നമസ്കാരം. അക്ഷതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആന്തരിക ശുചിത്വത്തെക്കുറിച്ചാണ്. എന്താണ് ആന്തരിക വൃത്തി? ബാഹ്യമായ വൃത്തിയെക്കുറിച്ച് നമ്മളെല്ലാവരും വളരെയധികം ജാഗ്രതയുള്ളവരാണ്. കുളിക്കുന്നു, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു, നന്നായി മുഖം മിനുക്കുന്നു, നന്നായി അലങ്കൃതരായി ജീവിക്കുന്നു. എന്നാൽ ഈ ബാഹ്യമായ വൃത്തിയോളം തന്നെ ഉണ്ടോ നമ്മുടെ ആന്തരികമായ വൃത്തി, ആത്മശുചിത്വം എന്ന് പറയുന്നത്? വളരെയധികം ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഈ വിഷയം തന്നെ ഞാനിന്ന് സംസാരിക്കാൻ ഒരു കാരണമുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു വൃദ്ധയായൊരു സ്ത്രീ, വൃദ്ധ എന്ന് പറയുന്നില്ല, ഒരു മധ്യവയസ്കയായൊരു സ്ത്രീ, അവരുടെ 50 വയസ്സുകളിൽ അവർക്ക് നേരിട്ട ഒരു ദുരനുഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കേരളീയ ഗ്രാമത്തിലെ ഏതോ ഒരു ഗ്രാമമായിക്കോട്ടെ, ഇന്ന ജില്ല എന്നോ ഇന്ന ഗ്രാമമെന്നോ നമുക്കതിന് പേരെടുത്ത് പറയേണ്ടതില്ല. ആ മധ്യവയസ്കയായ സ്ത്രീയുടെ പേരും ഇന്നതാണ് എന്ന് പറയേണ്ടതില്ല. എന്നാൽ അവർ അനുഭവിച്ച ആ ഒരു ദിവസം, അവർ അന്ന് അനുഭവിച്ച പീഡ നമ്മളിൽ ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്നതാണ് എന്ന അതിഭീകരമായ ഒരു മുനമ്പ്, അതിൻ്റെ മുകളിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. അവർ ഒരു സാധാരണ വീട്ടമ്മയാണ്. സാധാരണ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു. 2 കുട്ടികൾ, അവർ വിവാഹിതരാണ്. മകൾ വിവാഹം കഴിഞ്ഞ് ജോലി ചെയ്യുന്നു, ഭർത്താവിൻ്റെ കൂടെ പുറത്താണ്. മകനും അന്യനാട്ടിൽ ജോലി ചെയ്യുന്നു, വിവാഹിതനാണ്. ഭർത്താവ് മരിച്ചുപോയ ആ സ്ത്രീ തൻ്റെ വീട്ടിനുള്ളിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വളരെ ചിട്ടയോടെ, വളരെ വെടിപ്പോടെ, വളരെ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ. ആരുടെ കാര്യങ്ങളിലേക്കും തലയിടാതെ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ. ആ നാട്ടിൽ എല്ലാവർക്കും അവരെ അറിയാം. അവർ അവിടെ വന്നു കൂടിയ ഒരാളല്ല. ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതുമായ ഒരു നാട്. ആ നാട്ടിലെ ഓരോ മനുഷ്യർക്കും അവരെ ജനിച്ച നാൾ മുതൽ അറിയാവുന്ന ഒരു അമ്മ. അവരെ നമുക്ക് അമ്മ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സ്ത്രീ എന്നതിനേക്കാൾ അവർ അമ്മയാണ്. അവർ ഒരു മധ്യവയസ്സ്, 50കളിലൂടെ, 54 55 വയസ്സാണ് അവർക്ക് പ്രായം. അവരുടെ വീട്ടിൽ മകൻ്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്തിനോ ആവട്ടെ, എന്താവശ്യത്തിനോ ആവട്ടെ അവരെ കാണാൻ വന്നു. രാത്രി നേരത്താണ് വന്നത്. അതിനെന്താണ്? രാത്രി നേരത്ത് ഒരു ചെറുപ്പക്കാരന് മധ്യവയസ്കയായ ഒരു സ്ത്രീയെ കാണാൻ അവരുടെ വീട്ടിൽ വന്നുകൂടെ? ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് ആ നാടിനോടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇന്ന ജില്ല എന്നോ ഇന്ന നാട് എന്നോ പേരെടുത്തു പറയേണ്ടതില്ല. ഇത് കേരളത്തിലെ ഏത് ജില്ലയിലും ഏത് നാട്ടിലും തനിയെ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്ന ഒരു ദുരന്തമാണ്. അതുവരെ അവർ ഉണ്ടാക്കിയെടുത്ത അവരുടെ അന്തസ്സ്, അവരുടെ കുട്ടികളുടെ ആത്മാഭിമാനം, അവരുടെ വ്യക്തിപരമായ ശുചിത്വം എല്ലാം ഒരൊറ്റ ദിവസം, ഒരൊറ്റ നിമിഷം യാതൊരു തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും അവർ ചെയ്യാതെ തന്നെ ഒരു നാട് തകർത്ത് തരിപ്പണമാക്കുന്നതിൻ്റെ ഒരു ദുരന്തം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവർ പറഞ്ഞു. ഒരു നാട് മൊത്തം അവരുടെ വീട് വളയുകയും ആ ചെറുപ്പക്കാരൻ അകത്തിരുന്ന് അവരോട് സംസാരിക്കുന്നതിനെ ആ നാടിൻ്റെ വിഷലിപ്തമായ കണ്ണുകൾ കൊണ്ട് കാണുകയും ആ നാടിൻ്റെ സദാചാര നിയമങ്ങളെ അവർ ലംഘിച്ചു എന്ന് പറഞ്ഞ് അവരെ അതിഭീകരമായി അവഹേളിക്കുകയും ചെയ്തു. അപ്പോഴും അവർ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലാണ് ജീവിക്കുന്നത് എന്ന ഒറ്റ കാരണത്താലായിരിക്കും അവരെന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരുന്നത്. ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ആ നിമിഷം ആ നാട്
ആ വാടക വീട്ടിൽ നിന്നും എന്നെ പുറത്തേക്കെടുത്ത് എറിഞ്ഞേനെ എന്ന് ആ നിമിഷം ഞാൻ ഭയന്നു പോയി എന്ന്. എത്ര ഭീകരമാണ് അവസ്ഥ! എപ്പോഴും എല്ലാവരും പറയും സാക്ഷര കേരളം, സുന്ദര കേരളം എന്നൊക്കെ. ഇതേ സാക്ഷര കേരളത്തിലാണ്, ഇതേ സുന്ദര കേരളത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന ജില്ല എന്നോ ഇന്ന നാട് എന്നോ കൃത്യമായി എനിക്ക് പറയാൻ കഴിയും. പക്ഷെ അത് പറയേണ്ട ആവശ്യം വരുന്നില്ല. എന്തെന്നാൽ കേരളത്തിലെ ഏതു ജില്ലയിലും ഏത് നാട്ടിലും തനിയെ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടായേക്കാം. മകനും മകളും വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം നയിക്കുന്ന, മധ്യവയസ്സ് താണ്ടുന്ന ഒരു അമ്മ, അവരുടെ മകൻ്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവരെ കാണാൻ വന്നപ്പോൾ അവൻ എന്തിനവിടെ വന്നു എന്ന് പറഞ്ഞ് ഒരു ദേശം അവരുടെ വീടിനെ വളയുകയും 54 വയസ്സുവരെ അവർ ആർജിച്ചെടുത്ത സംസ്കാരം, അന്തസത്ത, അഭിമാനം എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർക്കുകയും അവർ ഒരു മോശക്കാരിയാണ്, അവർ ഒരു പതിച്ചവളാണ് എന്ന് മുദ്ര കുത്തുകയും ചെയ്യുന്നു. ആ അവസ്ഥയ്ക്കു ശേഷം ആ നാട് അവരെ കരിമ്പട്ടികയിൽ ചേർക്കുമ്പോഴും വർഷങ്ങൾ കടന്നുപോയി ആ ഒരു സംഭവത്തെ അതിധൈര്യവതിയായ ആ അമ്മ ഒരു ചെറുചിരിയോടെ നേരിട്ട ആ അനുഭവ കഥ പറയുമ്പോൾ അവർ എന്നോട് ഒരു ചെറുചിരിയോടെ പറയുകയുണ്ടായി, അന്ന് അവരുടെ നേരെ കുതിര കയറുവാൻ വന്ന ആ ദേശം, അതിലെത്ര പേർക്ക് ഉണ്ട് ഈ പറയുന്ന വിശുദ്ധി, ഈ പറയുന്ന പരിശുദ്ധി? ചോദ്യം ആ നാടിനോടാണ്, ആ നാട്ടുകാരോടാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. 50 വയസ്സുകൾക്കപ്പുറം തനിയെ താമസിക്കുന്ന ഒരു അമ്മ, അവർക്ക് എന്തെങ്കിലും അസുഖമായിട്ട് കിടപ്പിലായതാണെങ്കിലോ, അവരെ പരിചരിക്കുവാൻ മകൻ പറഞ്ഞു വിട്ടതാണെങ്കിലോ ആ ചെറുപ്പക്കാരനെ, അതൊന്നുമല്ലെങ്കിൽ തന്നെ ഒരു സ്ത്രീയും ഒരു പുരുഷനും അവരുടെ വീട്ടിൽ തനിച്ചിരുന്നാൽ ഒരു ദേശത്തിന് എന്തു പൊള്ളാനാണ്? അത് അവരുടെ വീട്, അവർ താമസിക്കുന്ന ഇടം, അത് അവരുടെ സ്വകാര്യ ഇടമാണ്. അവർ പൊതുസ്ഥലത്തല്ല പോയി ഇരുന്നത്. അവരുടെ വീടിനെ വളഞ്ഞ് നീ എന്താ രാത്രി എൻ്റെ വീട്ടിൽ ചെയ്യുന്നേ എന്ന് ചോദിക്കുവാൻ ഒരു ദേശത്തിന് ആരാണ് അധികാരം കൊടുത്തത്? അഭിമാനമുള്ള ആ അമ്മ ആ കഠിന കാലത്തെ അതിജീവിച്ചു. അവർ ഒരു ചെറുചിരിയോടെ ഇന്നും ജീവിക്കുന്നു. അവരുടെ 2 മക്കൾ, അവരതേ പറഞ്ഞുള്ളൂ, എൻ്റെ മക്കൾ എന്നെ ചേർത്തു പിടിച്ചു, എൻ്റെ മക്കൾ എന്നെ തള്ളി പറയില്ല. കാരണം അവർക്കറിയാം, വെയിൽ താണ്ടിയും കടൽ നീന്തിയും ആ അമ്മ അവരെ വളർത്തിയതിൻ്റെ അത്യന്തം ദുസ്സഹമായ ഒരു കാലത്തെക്കുറിച്ച് അവർക്ക് അറിയാം. അതിനാൽ ആരെന്തു പറഞ്ഞാലും എൻ്റെ മക്കൾക്ക് എന്നെ അറിയാം. അതിനാൽ ആ കഠിന കാലത്തെ ഞാൻ താണ്ടിക്കടന്നു. ഞാൻ ഇന്നും ആ നാടിനോട് ഒരു ചെറുചിരിയോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുവാൻ എന്ത് അവകാശമാണ് ഉള്ളത്? എന്ത് അധികാരമാണ് ഉള്ളത്? നിങ്ങളുടെ ആന്തരിക ശുചിത്വം എത്ര അളവ് എൻ്റേതിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു? ഉത്തരം പറയേണ്ടത് ആ നാടാണ് എന്ന് ആ അമ്മ ചെറുചിരിയോടെ ഇപ്പോഴും അവിടെയുണ്ട്. അവരുടെ വീട്ടിൽ അഭിമാനങ്ങൾ മറ്റാർക്കും തകർക്കാൻ പറ്റുന്നതല്ല. അഭിമാനം നമ്മുടെ ഉള്ളിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ അന്തസത്തയുടെ, നമ്മുടെ ആത്മസത്യത്തിൻ്റെ തെളിച്ചമാണ്. അതുകൊണ്ട് തന്നെ ആന്തരിക ശുചിത്വമുള്ള ഒരു സമൂഹം ആത്യന്തികമായി പുലർത്തേണ്ടുന്ന ഏറ്റവും ചെറിയ മര്യാദ എന്ന് പറയുന്നത്
ഒരു പറ്റം ആളുകൾ സംഘം ചേർന്നാൽ നിങ്ങൾക്കൊരു വ്യക്തിയെ ആക്രമിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ആ വ്യക്തിയുടെ ആ വ്യക്തി സൂക്ഷിച്ചിരിക്കുന്ന അവരുടെ സ്വഭാവ മഹിമയെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. എനിക്ക് ആ അമ്മയോട് പറയുവാനുള്ളത് ഒരു വലിയ അഭിനന്ദനമാണ്. ആ കഠിന കാലത്തെ അവർ അതിജീവിച്ചുവല്ലോ. ഒരു ചെറിയ ഒരു കഥ കൂടി പറഞ്ഞ് ഞാനിത് ചുരുക്കട്ടെ. 2 ബുദ്ധ ഭിക്ഷുക്കൾ ഒരിക്കൽ നടന്നു പോവുകയായിരുന്നു. പുഴയുടെ ഓരത്തുകൂടി നടന്നു പോകുമ്പോൾ, വലിയ ആഴമുള്ള പുഴയാണ്, കുളിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. 2 പേരും ഒരു നോട്ടമേ നോക്കിയുള്ളൂ. കാരണം അവർ നിത്യബ്രഹ്മചാരികളാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് നോക്കാതെ അവർ ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതിനിടയിൽ ഒരു നിലവിളി കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കുളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുണി കഴുകിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീ കാല് തെന്നി പുഴയിലേക്ക് വീണു. അവർക്ക് നീന്താൻ അറിയില്ല. അവർ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നത് കണ്ട് അവർ 2 പേരും ഒരു നിമിഷം നിന്നു. മറ്റേയാൾ പുഴയിലേക്ക് ചാടാൻ വേണ്ടിയൊന്ന് ആഞ്ഞപ്പോൾ കൂട്ടുകാരനായ സന്യാസി അയാളെ തടഞ്ഞു. പാടില്ല, നമ്മൾ നിത്യബ്രഹ്മചാരികളാണ്. സ്ത്രീകളെ സ്പർശിക്കുന്നത് പോലും നമ്മുടെ ബ്രഹ്മചര്യത്തെ ബാധിക്കും. എന്നാൽ തൻ്റെ കൂട്ടുകാരൻ്റെ വിലക്കുകളെ വകവയ്ക്കാതെ ആ ബുദ്ധഭിക്ഷു പുഴയിലേക്ക് എടുത്തു ചാടി ആ സ്ത്രീയെ മരണവക്ത്രത്തിൽ നിന്നും രക്ഷിച്ച് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അവർ പിന്നെയും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടക്കുന്നതിനിടയിൽ കുറേ സമയം കഴിഞ്ഞു. ആ കൂട്ടുകാരൻ പുഴയിലിറങ്ങിയ ഭിക്ഷുവിനോട് പറഞ്ഞു, ഞാനിത് ഗുരുവിനോട് പറഞ്ഞു കൊടുക്കും. നീ ബ്രഹ്മചര്യത്തിൻ്റെ ദീക്ഷകൾ തെറ്റിച്ചു, നീ വ്രതം തെറ്റിച്ചു, ഞാനിത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പുഴയിലിറങ്ങി ആ സ്ത്രീയെ രക്ഷിച്ച ഭിക്ഷു തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ ആ സമയത്ത് പുഴയിലേക്ക് ചാടി മരണത്തിൽ നിന്നും ആ അമ്മയെ രക്ഷിച്ച് കരക്ക് കൊണ്ടുവന്നു. അതവിടെ കഴിഞ്ഞു. എന്നാൽ നീ ഇപ്പോഴും അവരെ നിൻ്റെ തോളത്ത് ചുമക്കുകയാണല്ലോ ചങ്ങാതി. ഇതാണ് വ്യത്യാസം. നീ ഇപ്പോഴും നിൻ്റെ തോളത്ത് അവരെ ചുമന്നുകൊണ്ട് നടക്കുന്നു. ഞാൻ അവരെ ആ കയത്തിൽ നിന്നും രക്ഷിച്ച് കരയിലെത്തിച്ചു, അവിടെ കഴിഞ്ഞു. ഇതിലുണ്ട് ആന്തരിക ശുചിത്വം എന്താണ് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം. നന്ദി.